ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 4 ആയ ഇൻ്റലിജൻസ് ആസ് എ കോഗ്നിറ്റീവ് വേരിയബിൾ ഇൻ ലേണിംഗ് ആണ്. ഈ ഒരു മോഡ്യൂളിനകത്ത് വരുന്ന ഇൻ്റലിജൻസ്, ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറികളൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ഇൻ്റലിജൻസ് എന്ന വാക്കിൻ്റെ മീനിങ് അഥവാ അർത്ഥം എന്താണെന്ന് നോക്കാം. ദ കപ്പാസിറ്റി ടു ലേൺ, അണ്ടർസ്റ്റാൻഡ് and reason to solve problems and adapt to new or difficult situations. അതായത് ഇൻ്റലിജൻസ്, അതിനെ ബുദ്ധിശക്തി എന്ന് മലയാളത്തിൽ പറയും. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയതോ ബുദ്ധിമുട്ടുള്ളതോ ആയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പഠിക്കാനും മനസ്സിലാക്കാനും യുക്തിസഹമായി ചിന്തിക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. According to Piaget, intelligence is the ability to adapt to one's surroundings. According to Wagner, intelligence has the capacity to learn and adjust to relatively new and changing conditions. അതായത് ബുദ്ധിശക്തി എന്ന് വെച്ചാൽ ഒരു വ്യക്തി ആയിരിക്കുന്ന തൻ്റെ സറൗണ്ടിങ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാനുള്ള ആ ഒരു കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാഗ്നർ പറഞ്ഞ ഡെഫിനേഷനകത്തും അതേ അർത്ഥമാണ്. അതായത് പുതിയതും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ പഠിക്കാനും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IQ എന്താണെന്ന് നോക്കാം. IQ എന്നതിൻ്റെ ഫുൾ ഫോം ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് എന്നാണ്. An individual's level of intelligence is usually expressed in quantitative terms as a ratio between his mental age and chronological age. അതായത് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പം ഈ ഒരു റേഷ്യോയാണ് നമ്മൾ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് അഥവാ IQ എന്ന് പറയുന്നത്. ഇനി IQ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് 1912 ജർമ്മൻ സൈക്കോളജിസ്റ്റായ വില്യം സ്റ്റേൺ ആയിരുന്നു. അപ്പം ഇതിനെ കുറച്ചുകൂടി ഒന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്കിപ്പം മെൻ്റൽ ഏജ് എന്നും ക്രോണോളജിക്കൽ ഏജ് എന്നും പറയുമ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദ്യം മെൻ്റൽ ഏജ് എന്താണെന്ന് നോക്കാം. മെൻ്റൽ ഏജ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത പ്രായത്തിലുള്ള വ്യക്തിയുടെ ശരാശരി ഭൗതിക ശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനസിക പ്രായം എന്നത് ആ വ്യക്തിയുടെ ഭൗതിക ശേഷിയുടെ അളവാണ്. അപ്പം എങ്ങനെ ഒരു വ്യക്തിയുടെ ഭൗതിക ശേഷിയുടെ അളവ് കണ്ടെത്താം? ഇത് ഇൻ്റലിജൻസ് പരിശോധനകളിലൂടെ നിർണ്ണയിക്കപ്പെടുകയും ഫോർമുല ഉപയോഗിച്ച് ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് കണക്കാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ IQ കണ്ടെത്തുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് നോക്കാം. IQ ഈക്വൽസ് ടു MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100. MA എന്ന് പറയുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച വർഷത്തിൻ്റെ അനുസരിച്ചുള്ള നമ്മുടെ പ്രായം. ഇപ്പം നമ്മൾ 1990 ജനിച്ചതെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രായം 35 അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസും സ്പിരിച്വൽ ഇൻ്റലിജൻസും. നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതിനെ EI എന്നാണ് പറയുന്നത്. അപ്പം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്ത വ്യക്തി ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അതിന് മുൻപേ തന്നെ ഈ ഒരു ടേം കോയിൻ ചെയ്ത് സലോവേ ആൻഡ് മൈറിൻ എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൻ എബിലിറ്റി, കപ്പാസിറ്റി ഓർ സ്കിൽ ടു പെർസീവ്, ആക്സസ് ആൻഡ് മാനേജ് ദി ഇമോഷൻസ് ഓഫ് വൺ സെൽഫ്, ഓഫ് others and of groups. നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്തെന്ന് വെച്ചാൽ
സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെയും ഗ്രൂപ്പുകളുടെയും വികാരങ്ങളെയും ഗ്രഹിക്കാനും വിലയിരുത്താനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് അല്ലെങ്കിൽ ശേഷി. വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായിട്ട് കോയിൻ ചെയ്ത രണ്ടുപേരാണ് സലോവയും മേരനും. പക്ഷെ ഈ ഒരു വേർഡ് പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു വേർഡ് പോപ്പുലറൈസ് ചെയ്യപ്പെടാൻ കാരണമായത് ഈ ഒരു ബുക്കാണ്. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ആസ് എ കപ്പാസിറ്റി ഫോർ റെക്കഗ്നൈസിങ് അവർ ഓൺ ഫീലിംഗ്സ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്, for motivating ourselves and for managing emotions well in ourselves and in our relationship. അതായത് നമ്മുടെ സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും നമ്മെ തന്നെ പ്രചോദിപ്പിക്കാനും നമ്മിലും നമ്മുടെ ബന്ധങ്ങളിലും വികാരങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത ഭാഗം നോക്കാം. നമ്മൾ ഐക്യുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി ഐക്യു പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്യു, അതായത് ഇമോഷണൽ കോഷ്യന്റ്. ദ ടേം ഇമോഷണൽ കോഷ്യന്റ് EQ was coined by Barron in 1988 as a counterpart to intelligence quotient. ഇനി ഇവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബുദ്ധിശക്തിയുടെ വിപരീതമായിട്ടാണ് ഈ ഒരു ഇക്യുവിനെ ബാരൺ ഈ ഒരു ടേം കോയിൻ ചെയ്തത്. എന്താണ്? ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ ഇക്യു. നമ്മൾ ഐക്യു പറഞ്ഞല്ലേ, ഇതൊരു റേഷ്യോയാണ്, ഒരു മെഷറാണ്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് മെഷർ ചെയ്യുന്ന എന്തായിരുന്നു? ഐക്യു ആയിരുന്നു. പക്ഷെ ഇവിടെ ഇമോഷൻസിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ആ ഒരു സെയിം ഡെഫിനിഷൻ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്യു ഇസ് എ മെഷർ ഓഫ് വൺസ് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് നമ്മുടെ ഒരാളുടെ വൈകാരിക ബുദ്ധിയുടെ അളവുകോലാണ് ഇക്യു. നമ്മുടെ സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെയും തിരിച്ചറിയാനും നമ്മെ തന്നെ പ്രചോദിപ്പിക്കാനും നമ്മിലും നമ്മുടെ ബന്ധത്തിലും വികാരങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പ്രധാനമായിട്ടും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 ഡൊമെയിൻസ് ഓഫ് ഇക്യു എന്നാണ്. 5 ഡൊമെയിൻസ് ഓഫ് ഇക്യു എന്ന് പറയുമ്പം നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ഡൊമെയിനുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളപ്പോൾ ഇത് മനസ്സിലാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഡൊമെയിൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രദേശം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രംഗം അല്ലെങ്കിൽ സ്വാധീന മേഖല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഒന്നാമതായിട്ട് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. നോയിങ് യുവർ ഇമോഷൻസ്, അതായത് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ എന്ത് ചെയ്യുക? വികാരങ്ങളെ അറിയുക. രണ്ടാമതായിട്ട് മാനേജിങ് യുവർ ഓൺ ഇമോഷൻസ്, അതായത് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ കൈകാര്യം ചെയ്യുക. നമുക്കപ്പോൾ ആദ്യം മനസ്സിലാവണം അല്ലേ, അറിയണം, കൈകാര്യം ചെയ്യണം. പിന്നെ മൂന്നാമതായിട്ട് സ്വയം പ്രചോദിപ്പിക്കുന്നത്, മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ്. നാലാമതായിട്ട് റെക്കഗ്നൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതർ പീപ്പിൾസ് ഇമോഷൻസ്, മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി അവസാനമായിട്ടാണ് ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇക്യുവിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഡൊമെയിൻസ് അല്ലെങ്കിൽ പ്രവർത്തനം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് സ്ട്രാറ്റജീസ് ഫോർ പ്രൊമോട്ടിംഗ് ഇക്യു അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ്. ഇപ്പം നമുക്കറിയാം എന്ത് കാര്യം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ വളർത്തിയെടുക്കണമെങ്കിലും കുറച്ച് ടെക്നിക്സ് ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഇക്യു പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്നാമത്തെ നോക്കാം.
സെൽഫ് അവയർനെസ്. അപ്പം സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പം സ്വയം അവബോധം. Knowing that we are feeling in the moment and using those preferences to guide our decision making, having a realistic assessment of our own abilities and a well-grounded sense of self-awareness. അതായത് ഈ നിമിഷത്തിൽ നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് അറിയുകയും ആ മുൻഗണനകൾ ഉപയോഗിച്ച് നമ്മുടെ തീരുമാനമെടുക്കലിനെ നയിക്കുകയും ചെയ്യുക. നമ്മുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധമുള്ള വിലയിരുത്തലും സ്വയം അവബോധത്തിന് നല്ല അടിസ്ഥാന ബോധവും ഉണ്ടായിരിക്കുക. നമ്മൾ സ്വയമേ മനസ്സിലാക്കുക. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എടുത്തുചാടി ഡിസിഷൻ എടുക്കാതെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് വെച്ചാൽ സ്വയം നിയന്ത്രണം എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നമ്മുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും അല്ലെ, നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നമ്മൾ എന്തെടുക്കുക, ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമ്മൾ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശരിയായ രീതിയിൽ റിക്കവേർഡ് ആയില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുന്നത്, നമ്മൾ വൈകാരികമായ ക്ലേശങ്ങളിൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സ്വയം നിയന്ത്രണം ആവശ്യമാണ്. സ്വയം നിയന്ത്രണം നമ്മുടെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇമോഷണൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ. ഇനി മൂന്നാമതായിട്ട് സെൽഫ് മോട്ടിവേഷൻ, സ്വയം പ്രചോദനം. അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും നയിക്കാനും നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെത്താൻ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കണം. പിന്നെ തിരിച്ചടികൾ ഉണ്ടായാലും നിരാശകൾ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിര ഉത്സാഹം കാണിക്കണം. മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക, സെൽഫ് മോട്ടിവേഷൻ. നാലാമതായിട്ട് എംപതി. എംപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ, സിമ്പതി അല്ല വേണ്ടത്, എംപതിയാണ് വേണ്ടത്. ഇവിടെ സിമ്പതി എംപതി അതൊന്നുമല്ല. എംപതി ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ഒരു എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാക്കുക, അവരുടെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ടൊക്കെ പരസ്പര ധാരണയും പൊരുത്തപ്പെടലും ഒക്കെ നമ്മൾ വളർത്തിയെടുക്കുക. പെട്ടെന്ന് ആദ്യത്തെ സമയങ്ങളിൽ നമുക്കത് സാധിക്കത്തില്ല, പക്ഷെ ക്രമേണ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമതായിട്ട് സോഷ്യൽ സ്കിൽസ്, അതായത് സാമൂഹികമായ കഴിവുകൾ കൊണ്ട് നമുക്ക് EQ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് സാമൂഹിക സാഹചര്യങ്ങളും നെറ്റ്വർക്കുകളും നന്നായി വായിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സ്മൂത്ത് ആയിട്ട് ഇടപഴകുക. പിന്നെ ടീം വർക്ക്, സഹകരണത്തിന്, അതേപോലെ തർക്കങ്ങൾ പ്രേരിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും ഒക്കെ നമ്മൾ ഈ സാമൂഹികമായിട്ടുള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കുക. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ആത്മീയ ബുദ്ധി എന്ന് വേണം നമുക്ക് മലയാളത്തിൽ പറയാം. The term spiritual intelligence or SQ is coined by Dana Zohar in 1997 in her book Rewiring the Corporate Brain. Spiritual intelligence, the ultimate intelligence with which we address and solve problems of meaning and value, the intelligence with which we can place our actions and our lives in a wider, richer, meaning-giving context, the intelligence with which we can assess that one course of action or one life path is more meaningful than other. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് റീവയറിംഗ് ദ കോർപ്പറേറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞ ഡാന സോഹർ എഴുതിയൊരു ബുക്കിനകത്താണ് 1997. അപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അർത്ഥത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ഇവിടെ പറയുന്നുണ്ടല്ലേ, ദ അൾട്ടിമേറ്റ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ അർത്ഥത്തിൻ്റെയും മൂല്യത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. 3 ഡെഫിനിഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വി അഡ്രസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഓഫ് മീനിങ് ആൻഡ് വാല്യൂ. രണ്ടാമതായിട്ട് ദ ഇൻ്റലിജൻസ് വിത്ത്
which we can place our actions and our lives in a wider, richer, meaning giving കോണ്ടെക്സ്റ്റ്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും വിശാലവും സമ്പന്നവും അർത്ഥവത്തുമായ ഒരു സന്ദർഭത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ബുദ്ധിയാണ് ആത്മീയ ബുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഇന്റലിജൻസ്. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനീഷൻ ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനീഷൻ ആണ്, which we can assess that one course of action or one life path is more meaningful than other. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ജീവിതപാത മറ്റൊന്നിനേക്കാൾ അർത്ഥവത്താണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു ബുദ്ധിയാണ് സ്പിരിച്വൽ ഇന്റലിജൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ഡെഫിനേഷൻ ഇനി അടുത്ത സ്ലൈഡിലുണ്ട്. അടുത്ത ടോപ്പിക്ക് സ്പിരിച്വൽ കോഷ്യന്റ് അല്ലെങ്കിൽ SQ. സ്പിരിച്വൽ കോഷ്യന്റ് അല്ലെങ്കിൽ SQ. A measure of a person's ability to find meaning and value in life and to act in accordance with those values. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മൂല്യത്തെ പറ്റി മനസ്സിലാക്കാനുള്ള തൻ്റെ കഴിവും, ഇനി അത് മനസ്സിലാക്കിയാൽ പോരാ, അതിനനുസരിച്ച് ആ വാല്യൂസിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ആക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ്, എബിലിറ്റിയുടെ ആ മെഷർ ചെയ്യുന്ന ആ ഒരു മെഷറിനെയാണ് സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് SQ പ്രൊമോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് സെൽഫ് അവെയർനെസ്, ആത്മബോധം, പിന്നെ സ്പോണ്ടൈനിറ്റി, സ്വാഭാവികത എന്ന് പറയും, പിന്നെ ബീൻ വിഷൻ ആൻഡ് വാല്യൂ ലെഡ്, ദർശനവും മൂല്യനിർണയവും, പിന്നെ നാലാമതായിട്ട് ഹോളിസം, 5 കമ്പാഷൻ, 6 സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിന്റെ ആഘോഷം, പിന്നെ ഫീൽഡ് ഇൻഡിപെൻഡൻസ്, ഹ്യൂമിലിറ്റി, പിന്നെ അടുത്തതായിട്ട് വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു പ്രവണത, എബിലിറ്റി ടു റീഫ്രെയിം ചെയ്യാനുള്ള കഴിവ്, പിന്നെ പോസിറ്റീവ് യൂസ് ഓഫ് അഡ്വേഴ്സിറ്റി, അതായത് പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് യൂസ് ചെയ്യാം, ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് SQ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ സെൻസ് ഓഫ് വൊക്കേഷൻ. അപ്പം ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, സെൻസ് ഓഫ് വൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. A sense of vocation is a strong feeling of suitability for a particular career or role in life, often accompanied by a inner urge to serve or make a meaningful contribution. അതായത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊരു റോള് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാകും, നമ്മൾ ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ റോളിന് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ഏർജ് ഉണ്ടാകും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥവത്തായ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ ഒരു റോളിൽ കൂടെ കൊടുക്കണം എന്നുള്ള, അല്ലെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ ഓർ മേക്ക് എ മീനിങ്ഫുൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുണ്ടാകുന്ന ആ ഒരു സ്ട്രോങ് ഫീലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസ് ഓഫ് വൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുവാണ്, അതായത് ഹോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് അതൊരു തിയറിയാണ്. ദ തിയറി ദാറ്റ് പാർട്സ് ഓഫ് എ ഹോൾ ആർ ഇൻ ഇൻറ്റിമേറ്റ് ഇന്റർ കണക്ഷൻ സച്ച് ദാറ്റ് ദേ കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ ഹോൾ ഓർ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് റെഫറൻസ് ടു ദി ഹോൾ. അതായത് ഹോളിസം എന്ന് വെച്ചാൽ ഒരു ബിലീഫാണ്, ഒരു തിയറിയാണ്, that a whole is more than the sum of its parts. അതായത് whole എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, is more than the sum of its part. അതായത് അതിൻ്റെ കുറേ ഭാഗങ്ങളുടെ സമ്മിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്തിനാണ്, ഹോൾ എന്തിനാണ്. സോ മീനിങ് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, system should be understood by considering the whole
rather than just the individual components. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻസ് മാത്രം നോക്കി കൺസിഡർ ചെയ്യാതെ ഒരു സിസ്റ്റത്തെ എങ്ങനെ വേണം, അതിനെ മുഴുവനായിട്ട് വേണം അനലൈസ് ചെയ്യുക. ആ ഒരു അർത്ഥം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഹോളിസ്റ്റിക് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഹോളിസ്റ്റിക് സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ they consider an individual's environment, social connections, background in addition to their physical health and current wellness. അതായത് ഇങ്ങനെയുള്ള ഹോളിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത് അവരുടെ ഫിസിക്കൽ ഹെൽത്തും കറണ്ട് വെൽനെസ്സും മാത്രമല്ല അവർ നോക്കുന്നത്. അത് ജസ്റ്റ് ഒരു പാർട്സ് ആണ് അല്ലേ. ഫിസിക്കൽ ഹെൽത്ത്, കറണ്ട് വെൽനെസ് ഓരോരോ പാർട്സ് ആണ് ഒരു വ്യക്തിയുടെ. പക്ഷെ മാത്രമല്ല ആ വ്യക്തിയുടെ എൻവയോൺമെന്റിനെ പറ്റി അവർ കൺസിഡർ ചെയ്യും, അവരുടെ സോഷ്യൽ കണക്ഷൻസിനെ പറ്റി കൺസിഡർ ചെയ്യും, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ആസ് എ ഹോൾ ആയിരിക്കും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിയറീസ് ഓഫ് ഇന്റലിജൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറി, ടു ഫാക്ടർ തിയറി ബൈ സ്പിയർമാൻ. സെക്കൻഡ്, പ്രൈമറി മെന്റൽ എബിലിറ്റീസ്, തേഴ്സ്റ്റന്റെ. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ബൈ ഗെൽഫോർഡ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബൈ ഹോവാർഡ് ഗാർഡനർ. അപ്പൊ നമുക്ക് ഓരോ തിയറീസ്. ടു ഫാക്ടർ തിയറി ബൈ സ്പിയർമാൻ. അപ്പൊ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത് സ്പിയർമാൻ ആണ്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇന്റലിജൻസിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. രണ്ട് ഘടകങ്ങൾ എന്ന് പറയുമ്പം എ ജനറൽ ഫാക്ടർ, അതിന് ജി എന്നാണ് പറയുന്നത്, ഒരു പൊതു ഘടകം. ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ, അത് എസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. The G factor is a sort of general mental ability running through all the different tasks. അപ്പം G factor എന്ന് പറയുന്നത് എല്ലാ വ്യത്യസ്ത ജോലികളിലൂടെയും കടന്നു പോകുന്ന ഒരുതരം പൊതുവായ മാനസിക കഴിവിനെയാണ് G factor എന്ന് പറയുന്നത്. S factor എന്ന് വെച്ചാൽ is a specific capacity that help the person to deal with specific problems. അതായത് ഒരു വ്യക്തിക്ക് പ്രത്യേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കഴിവിനെയാണ് എസ് ഫാക്ടർ എന്ന് പറയുന്നത്. The G factor remains constant for an individual. അപ്പം ഒരു വ്യക്തിക്ക് എപ്പോഴും G factor, അതായത് പൊതുവായിട്ടുള്ള ആ ഒരു ഘടകം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിട്ടുള്ളതായിരിക്കും. പക്ഷെ എസ് ഫാക്ടർ വേരീസ് വിത്ത് ദി ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. പക്ഷെ ഭൗതിക പ്രവർത്തനങ്ങൾക്കനുസരിച്ച് എസ് ഫാക്ടർ എപ്പോഴും എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും, മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ കണ്ടോ, ഇതാണ് അതിന്റെ ഒരു എന്താണ് ദൃശ്യാവിഷ്കാരം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം S1 സ്പെസിഫിക് ഫാക്ടർ കണ്ടോ, നടുക്ക് ഒരു വ്യക്തിക്ക് ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, പിന്നെ അതിന്റെ ചുറ്റുമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ്. ഒന്നാം S1 ലോജിക് അല്ലെങ്കിൽ യുക്തി, പിന്നെ S2 മാത്സ്, S3 പെയിന്റിങ്, S4 ഡ്രോയിങ്, S5 ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, S6 വൊക്കാബുലറി അല്ലെങ്കിൽ പദാവലി, പിന്നെ S7 അക്ഷരവിന്യാസം അല്ലെങ്കിൽ സ്പെല്ലിംഗ് എന്ന് നമ്മൾ പറയും, S8 സംഗീതം. അപ്പൊ ഇതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. തേഴ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ ആണ്. 1938 ലൂയിസ് എൽ തേഴ്സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് ഈ ഗ്രൂപ്പ് ഫാക്ടർ തിയറി. അപ്പം ഇതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് the intelligence in terms of 7 primary mental abilities. അതായത് അദ്ദേഹം പറയുന്നത് ഇന്റലിജൻസിനെ 7 പ്രാഥമിക മാനസിക കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. He used the statistical technique of factor analysis to identify and isolate the elements that make up intelligence. അപ്പൊ നമുക്ക് ഈ ഒരു 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വേർബൽ കോംപ്രിഹെൻഷൻ.
വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ the ability to understand the meaning of words. വെർബൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടതാ അല്ലേ? വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് the test measures vocabulary, reading, comprehension, verbal, analogies, etc. അപ്പം ഇതിനകത്ത് ഒരു വ്യക്തിക്ക് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്. അപ്പം ഈ ഒരു ടെസ്റ്റിനകത്ത് എന്താണ് വ്യാകരണം നോക്കും, വായനയെ പറ്റി നോക്കും, കോംപ്രിഹെൻഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കൽ, ഒരു ഭാഗം വായിച്ചിട്ട് അതിനകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളത്, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ രണ്ടാമതായിട്ട് ഉള്ള മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ വേർഡ് ഫ്ലുവൻസി. അതായത് ഓരോ വാക്കുകളെ പറ്റി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, ആസ് ഇൻ അനഗ്രാംസ് ഓർ റൈമിംഗ് ടെസ്റ്റ്. പിന്നെ മൂന്നാമതായിട്ട് നമ്പർ, ദ എബിലിറ്റി ടു ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് കണക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ്. സ്പേസ്, ദ എബിലിറ്റി ഫോർ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ആസ് വെൽ ആസ് എബിലിറ്റി ടു മെന്റലി ട്രാൻസ്ഫർ സ്പേഷ്യൽ ഫിഗേഴ്സ്, അതായത് പെട്ടെന്നൊരു ഒരു കാര്യങ്ങളെയൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ്. പിന്നെ മെമ്മറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേർഡ് പെയർ അല്ലെ സെന്റൻസുകളെ ഒക്കെ റീകോൾ ചെയ്യാനുള്ള കഴിവ്. പെർസെപ്ച്വൽ സ്പീഡ്, അതായത് ഡീറ്റെയിൽസ്, സിമിലാരിറ്റീസ്, ഡിഫറൻസ്. ഇപ്പം പടങ്ങളൊക്കെ കാണുമ്പം അതിനകത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ, അതേപോലെ അതിനകത്ത് എന്തൊക്കെ ഒരുപോലെ ഉണ്ട്, എന്തൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. അതാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന പോലെ അരിത്തമെറ്റിക് റീസണിങ് ടാസ്കുകൾ, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, അതേപോലെ കാര്യങ്ങൾ. ദ എബിലിറ്റി ടു ഫൈൻഡ് എ ജനറൽ റൂൾ ഓൺ ദ ബേസ് ഓഫ് പ്രസന്റൻസ്, അതായത് കൊടുത്തിരിക്കുന്ന പടങ്ങളിനകത്തുനിന്ന് ഒരു പെട്ടെന്ന് ഇത് ഏത് റൂൾ അനുസരിച്ചാണെന്ന് കണ്ടെത്താനുള്ള ആ കഴിവ്, അതിനെയാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. അപ്പം ഇതാണ് ഈ തിയറിക്കകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഇന്റലിജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ 7 മെന്റൽ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെങ്കിൽ SI മോഡൽ എന്ന് പറയും. J.P. Gelford explained the structure of intelligence by proposing a 3-dimensional model by using the statistical technique of factor analysis. അപ്പം ഇനി അടുത്ത തിയറി സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ് JP ഗൾഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഇന്റലിജൻസ് സ്ട്രക്ചറിനെ 3 ഡയമെൻഷണൽ മോഡൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. According to this model, every intellectual activity can be described in terms of 3 different basic parameters: operations, contents and products. അതായത് ഓരോ ഇന്റലക്ച്വൽ ആക്ടിവിറ്റിയും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 3 ഡിഫറെന്റ് ബേസിക് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാണ്. അതായത് ഓപ്പറേഷൻസ്, കണ്ടന്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. ഓപ്പറേഷൻസ് റെഫേഴ്സ് ടു ദി ആക്ട് ഓഫ് തിങ്കിങ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ടന്റ്സ് റെഫേഴ്സ് ടു ടേംസ് ഇൻ വിച്ച് വി തിങ്ക്. അതായത് കണ്ടന്റ്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, അതിന്റെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്. പ്രോഡക്ട്സ് റെഫർ ടു ദി ഐഡിയാസ് വി കം അപ്പ് വിത്ത്. അപ്പൊ ഇതിന്റെ എല്ലാ സഹായത്തോടെ നമ്മൾ എന്താണ് അതിന്റെ റിസൾട്ട്, പ്രോഡക്ട്സ്, അതാണ് refers to the ideas we come up with. Okay, so Gelford identified 5 operations, 5 contents and 6 products. അപ്പോൾ ഓപ്പറേഷൻസിനകത്ത് വരുന്നത് ഇവാലുവേഷൻ, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ്, മെമ്മറി ആൻഡ് കോഗ്നിഷൻ. കണ്ടന്റ്സിനകത്ത് വരുന്നത് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ. ഇനി പ്രോഡക്ട്സിനകത്ത് വരുന്ന യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. ഇനി അടുത്ത തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അത് ഹോവാർഡ് ഗാർഡനറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത് 1983-ലാണ്. He questioned the idea that intelligence is single entity that results from a single factor
that it can be measured via IQ tests. പക്ഷെ ഗാർഡനർ ഡെവലപ്പ് ചെയ്ത തിയറി എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു ഇന്റലിജൻസ് ആണോ ഉള്ളതല്ല, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വിച്ച് ഹി ബ്രോട്ട് ടു ദ വേൾഡ് ത്രൂ ഹിസ് ക്ലാസിക് വർക്ക് ഫ്രെയിംസ് ഓഫ് മൈൻഡ് പബ്ലിഷ്ഡ് ഇൻ 1983. അതായത് 1983 അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഈ ബുക്കിനകത്തൂടെയാണ് അദ്ദേഹം തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നത്. അപ്പം ആദ്യം തുടക്കത്തിൽ അദ്ദേഹം ഈ ബുക്കിനകത്ത് പറഞ്ഞിരുന്നത് 7 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ലേറ്റർ എന്ത് ചെയ്തു, അദ്ദേഹം 2 ഇന്റലിജൻസും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്രയായി, 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആയിട്ട് വന്നു. അപ്പം നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അപ്പം നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി പോകാം. ഓരോന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കി തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ബോഡ്ലി കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സംതിങ് റിലേറ്റഡ് വിത്ത് എന്താണ്, നമ്മുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ പാർട്സ് ഓഫ് ദ ബോഡി ടു സോൾവ് പ്രോബ്ലംസ് or create something involving physical skills and a mind body connection. അപ്പം നമുക്കറിയാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം നമ്മുടെ സ്പോർട്സ്, ഡാൻസ്, ക്രാഫ്റ്റ്സ്, അപ്പം ഇങ്ങനെയുള്ള പ്രൊഫഷൻസിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. എക്സ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ the capacity to ponder and grapple with deep questions about human existence, such as the meaning of life, death, consciousness, and our place in the universe. അപ്പം എക്സ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് ഞാൻ 2 ഈ എക്സ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തെ പറ്റിയുള്ള വളരെ ആഴമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന വ്യക്തികളുണ്ട്. അതായത് ഞാൻ എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു, ഈ ലോകത്തിൽ എൻ്റെ സ്ഥാനം എന്താണ്, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അല്ലെ മരണത്തിന്റെ അർത്ഥം എന്താണ്, അങ്ങനെയൊക്കെയുള്ള വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ എക്സ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കൂടുതലുണ്ടാവാൻ സാധ്യത. ഇനി അടുത്തത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പം ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർ എന്ന വാക്ക് എന്താ, അന്യോന്യം അല്ലെ. അപ്പൊ അതേ തന്നെ അർത്ഥമാണ്. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് സ്കിൽസ് ലൈക്ക് എംപതി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ്. അതായത് ഈ ഒരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ഹൈ ഉള്ള ആൾക്കാർ പ്രധാനമായിട്ടും എങ്ങനെയാണെന്നറിയോ, അവര് സ്ട്രോങ് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നമുക്കറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്, നമുക്ക് ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂതർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വളരെ സക്സസ്ഫുൾ ആവാൻ കാരണം അവർക്ക് മറ്റുള്ളവരുമായിട്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരോട് ഇന്ററാക്ട് ചെയ്യാനും എംപതി, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം അവർക്കുണ്ട്. മാത്രമല്ല അവർ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുന്നതിന് വളരെ മുന്നിലായിരിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാപേഴ്സണൽ. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇന്റർ എന്ന് പറഞ്ഞാൽ തമ്മിൽ എന്നാ. ഇൻട്രാ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് ഇറ്റ്സ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് വിത്തിൻ അവർ സെൽഫ് ഇൻക്ലൂഡിങ് വൺസ് ഓൺ ഇമോഷൻസ്, മോട്ടിവേഷൻസ് ആൻഡ് സ്ട്രെങ്ത്. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ മോട്ടിവേഷൻസിനെ, നമ്മുടെ സ്ട്രെങ്തിനെയൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇത് ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കരിയേഴ്സ് എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ്, റൈറ്റർ, ഓൺടർപ്രണർ, സ്പിരിച്വൽ ലീഡേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഇന്റലിജൻസ് കൂടിയ കാറ്റഗറിക്കകത്ത് വരും. ഇനി അടുത്തത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, വായിക്കുമ്പോൾ തന്നെ എന്താണ്, ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. അങ്ങനെ വെച്ചാൽ ഈ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിന് ദ എബിലിറ്റി ടു റീസൺ ലോജിക്കലി, ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്ട് റിലേഷൻഷിപ്സ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ടാസ്ക്. അതായത് ഒരു കാര്യം കണ്ട ഉടനെ ലോജിക്കലായിട്ട് റീസൺ ലോജിക്കലി, പാറ്റേൺസിനെ മനസ്സിലാക്കുക,
പിന്നെ കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ടാസ്കുകൾ, മാത്തമാറ്റിക്കൽ ടാസ്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റും. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ പേര് തന്നെ ഉണ്ട് മാത്തമാറ്റീഷ്യൻസ്. പിന്നെ ഈ കൂടുതലായിട്ടും പസിൽസ് ഒക്കെ, ബ്രെയിൻ ടീസേഴ്സ്, ലോജിക് ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതലും അങ്ങനെയുള്ളവരൊക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി 6th വൺ, മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് പാട്ട് സംബന്ധമായുള്ള സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള കഴിവായിരിക്കും. അതായത് ദ എബിലിറ്റി ടു പെർസീവ്, അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ് മ്യൂസിക് ഇൻവോൾവിങ് സെൻസിറ്റിവിറ്റി ടു റിതം, പിച്ച്, ടോൺ. അവർക്ക് മ്യൂസിക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതേപോലെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെ റിതം, പിച്ച്, ടോൺ, അതിനെപ്പറ്റിയൊക്കെ അവർക്ക് വളരെ കാര്യങ്ങൾ നന്നായിട്ട് അറിയായിരിക്കും. അവർ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിവുള്ളവരായിരിക്കും, പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കും, മ്യൂസിക്കൽ പാറ്റേൺസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ മ്യൂസീഷ്യൻസ്, കമ്പോസേഴ്സ്, നമുക്കറിയാം അവർക്കൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നവരായിരിക്കും. ഇനി അടുത്തത് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്ലാസിഫൈ പാറ്റേൺസ് ഇൻ ദ നാച്ചുറൽ വേൾഡ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ദി എൻവയോൺമെന്റ്. സോ ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ട് എപ്പോഴും നേച്ചറിലായിരിക്കും. എന്താണ് നേച്ചറിലെ കാര്യങ്ങൾ, പ്ലാന്റ്സിനെ പറ്റി, ആനിമൽസിനെ പറ്റിയൊക്കെ പഠിക്കുക, പിന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റിയൊക്കെ പഠിക്കുക. അവർ കീൻ ആയിട്ടുള്ള ഒബ്സർവേഷനൊക്കെ ആയിരിക്കും. അവർ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, ഗാർഡനിങ് ഓർ വിസിറ്റിംഗ് നേച്ചർ, സൂ കാണാൻ പോവുക. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ബയോളജി, സുവോളജി, ബോട്ടണി, എൻവയോൺമെന്റൽ സയൻസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ കരിയേഴ്സ് ചൂസ് ചെയ്യുമ്പം അതൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ നമുക്കറിയാം കൂടുതലായിട്ട് ഈ ചില ആൾക്കാർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള. അല്ലെ കരിയേഴ്സ് പറയുവാണെങ്കിൽ അതിനകത്ത് ബയോളജിസ്റ്റ്, പിന്നെ എന്താണ് ഫാമർ, ജിയോളജിസ്റ്റ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ വരും. പിന്നെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ്, പിന്നെ ആനിമൽ ട്രെയിനർ, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന പ്രൊഫഷൻസ് ആണ്. പിന്നെ എന്താണ് യൂണിവേഴ്സിനെ പറ്റി പഠിക്കുക, സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കുക, മറൈൻ ബയോളജിസ്റ്റ്, വൈൽഡ് ലൈഫ് ഇല്ലസ്ട്രേറ്റർ, ഓക്കെ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്, പിന്നെ എന്താണ് ഒക്കെ ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് വേർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അപ്പൊ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് language, the ability to use language effectively, encompassing the skills to understand, analyze and produce spoken and written words. അപ്പം ഇവരെന്ന് വെച്ചാൽ വളരെ സ്കിൽഡ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷനിലും സംസാരിക്കാനും കഴിവുള്ളവരായിരിക്കും, എഴുത്തിലും കഴിവുള്ളവരായിരിക്കും. ഇവർക്ക് അവരുടെ തോട്ട്സിനെ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഇവർക്ക് നല്ല ഗ്രാമർ ഉള്ളവരായിരിക്കും, വൈഡ് വൊക്കാബുലറി ഉള്ളവരായിരിക്കും, ഇവർ നന്നായിട്ട് വായിക്കുന്നവരായിരിക്കും, എഴുതുന്നവരായിരിക്കും, ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാൻ കഴിവുള്ളവരായിരിക്കും, സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി ഉള്ളവരായിരിക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ റൈറ്റർ, ടീച്ചർ, പിന്നെ അതേപോലെ തന്നെ ജേർണലിസ്റ്റ്, ലോയർ, പബ്ലിക് സ്പീക്കർ, എഡിറ്റർ, ട്രാൻസ്ലേറ്റർ, പോയറ്റ്. ഇനി ലാസ്റ്റ് വൺ വിഷ്വൽ ഇന്റലിജൻസ്. വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പം ആ വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ എബിലിറ്റി ടു പെർസീവ്, വിഷ്വലൈസ്, മെന്റലി മാനിപ്പുലേറ്റ് വിഷ്വൽ ഇൻഫർമേഷൻ, ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്പേഷ്യൽ റിലേഷൻഷിപ്സ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്താണ് ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു മാപ്പ് കാണുമ്പോഴേ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫോർ എക്സാമ്പിൾ വിഷ്വൽ ആർട്സ്, പസിൽസ്, ഡിസൈൻ,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണുവാണെങ്കിൽ നമുക്ക് ആർക്കിടെക്റ്റ്, പിന്നെ വിഷ്വൽ ആർട്സ്, ഗ്രാഫിക് ഡിസൈൻ, ഫോട്ടോഗ്രാഫി, സിനിമ, അവർക്ക് എന്താണ് ഡെയിലി ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ട്രാഫിക് നാവിഗേറ്റ് ചെയ്യുക, പിന്നെ എന്താണ് മാപ്സ് മനസ്സിലാക്കുക, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന്, പിന്നെ ഒരു സ്പേസ്, അതായത് ഒരു സ്ഥലം കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ ഇവിടെ എന്തൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ആസ് ഐ ഓൾറെഡി സെഡ്, ആർക്കിടെക്ട്, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്, മെക്കാനിക്, എഞ്ചിനീയർ, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്, ഗ്രാഫിക് ഡിസൈനർ എക്സെട്ര. അപ്പൊ ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള കാറ്റഗറി കരിയേഴ്സ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇത് ഏകദേശം 4 കാറ്റഗറീസ് നമ്മൾ പഠിച്ചു, 4 തിയറീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു നമ്മുടെ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്, നമുക്ക് നോക്കാം. കാറ്റഗറീസ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ കുറേ ടെസ്റ്റുകളെ പറ്റിയും തിയറീസും ഒക്കെ നമ്മൾ നോക്കി. ഇനി ഏതൊക്കെ ഇന്റലിജൻസ് ടെസ്റ്റുകളാണ് ഉള്ളത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്. അപ്പം ഈ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വെർബൽ എബിലിറ്റി അളക്കാൻ വേണ്ടിയാണ്. നമ്മുടെ എത്രമാത്രം വാക്കുകൾ നമുക്കറിയാം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവോ, കോംപ്രിഹെൻഷൻ എബിലിറ്റി നമുക്കുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി അടുത്ത വെസ്ലേഴ്സ് ടെസ്റ്റ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും മെന്റൽ എബിലിറ്റീസ് ആയ ജനറൽ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടോ, ജനറൽ കോംപ്രിഹെൻഷൻ ഉണ്ടോ, അരിത്തമാറ്റിക് റീസണിങ് ഉണ്ടോ, എബിലിറ്റി ടു മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമിലാരിറ്റീസ്, ഒരു പടം കാണുമ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, പിന്നെ നമുക്ക് എന്താണ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ആൻഡ് ഓർലി പ്രസന്റഡ് ഡിജിറ്റൽ സീരീസ്, അതായത് വായ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഡിജിറ്റൽ സീരീസിനെ നമുക്ക് വീണ്ടും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, വ്യാകരണം ഉണ്ടോ, അല്ലെങ്കിൽ വൊക്കാബുലറി. പിന്നെ പെർഫോമൻസ് എബിലിറ്റീസ് ലൈക്ക് എബിലിറ്റി ടു ഒരു പടം പൂർത്തിയാക്കാനുള്ള കഴിവ്, പിന്നെ ഒരു പിക്ചർ അറേഞ്ച് ചെയ്യാനുള്ള കഴിവ്, പിന്നെ ഒബ്ജക്ട്സ് അസംബിൾ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വെസ്ലേഴ്സ് ടെസ്റ്റിനകത്ത് വരുന്നത്. ഇനി അടുത്തത് തേർഡ് വൺ, ദ കാലിഫോർണിയ ടെസ്റ്റ് ഓഫ് മെന്റൽ മച്യൂരിറ്റി ആൻഡ് അഡാപ്റ്റേഷൻ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് മെഷർ ചെയ്യുന്നത് നമ്മുടെ വിഷ്വൽ ആക്ടിവിറ്റി, ഓഡിറ്ററി ആക്ടിവിറ്റി, മോട്ടോർ കോർഡിനേഷൻ. അപ്പൊ ഇവിടെ 3 ടെസ്റ്റുകളെ പറ്റി പറഞ്ഞു. പക്ഷെ ഈ ഒരു ടെസ്റ്റുകൾക്ക് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. As the exact nature of intelligence is yet not known, it cannot be measured directly. നമുക്കറിയാം ഈ ഒരു ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള പ്രകൃതം നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇന്റലിജൻസ് ടെസ്റ്റേഴ്സ് ആർ നോട്ട് പ്യുവർ മെഷേഴ്സ് ഓഫ് ഇനേറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിലെ കപ്പാസിറ്റീസിനെ ഒരിക്കലും നമുക്ക് ഈ ടെസ്റ്റ് സ്കോർ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്യുവർ ആയിട്ടുള്ള മെഷർ അല്ല. ഇനി മൂന്നാമതായിട്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് ഫെയിൽ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എൻവയോൺമെന്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഗീവ് മിസ്ലീഡിംഗ് റിസൾട്ട്സ്. അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പം അത് നമുക്ക് എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള പരിതസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായ ഫാക്ടേഴ്സിനെ ഒന്നും കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ റിസൾട്ട്സ് തരാൻ സാധ്യതയുണ്ട്. ഈ നാലാമതായിട്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സ്കോർ ഇസ് സബ്ജക്റ്റീവ് ഈവൻ വെൻ ദ ടെസ്റ്റ് ഹാസ് എ ഹൈ ഒബ്ജക്റ്റിവിറ്റി. അപ്പം ഈ ഒരു എന്താണ്, ഒരു സ്കോർ പറയുമ്പോൾ തന്നെ നമുക്ക് ആ സ്കോറിനെ മുഴുവനായിട്ട് കണക്കിലെടുക്കാൻ സാധിക്കത്തില്ല. അഞ്ചാമതായിട്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് ലേബൽ സം സ്റ്റുഡൻസ് ആർ സുപ്പീരിയർ ആൻഡ് സം അതേഴ്സ് ആർ ഇൻഫീരിയർ. അപ്പൊ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ചില കുട്ടികളെ നമ്മൾ സുപ്പീരിയർ ആയിട്ടും പറയും, ചിലരെ ഇൻഫീരിയർ. അപ്പൊ അതൊരു കമ്പാരിസൺ ഉള്ള ഇട വരും. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ കൊണ്ട് ഉള്ള ഒരു ഡീമെറിറ്റ് അതാണ്. ഇനി സിക്സ്ത് വൺ, നോളജ് ഓഫ് പീപ്പിൾസ് ഇന്റലിജൻസ് മേ റിസൾട്ട് ഇൻ സ്ലാക്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. അതായത് കുട്ടികളുടെ
ഈ അറിവിനെ പറ്റിയുള്ള ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു എന്താണ് ഒരു സ്ലാഗ്നെസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് ടീച്ചർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് IQ കൂടുതലാണെന്ന് മെഷർ ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പം ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടീച്ചർ ആ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ആ കുട്ടിക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അതായത് വിട്ടുവീഴ്ച ചെയ്യും. അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ടെസ്റ്റുകളുടെ ഒരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവ്രി വൺ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.